ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ക്ലാസ്സിലെ ചാപ്റ്റർ 9 ഹൈഡ്രോ കാർബൺസ് ആണ്. ഹൈഡ്രോ കാർബൺസിനകത്ത് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് ആണ്. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ്, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. പിന്നെ അതിൻ്റെ എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്. ഇനി ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാർബൺ ആറ്റത്തിനിടയിൽ സിംഗിൾ ബോണ്ട് വരുന്നതിനെയാണ് നമ്മൾ ആൽക്കൈൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോളൂ. രണ്ട് കാർബൺ ആറ്റത്തിനിടയിൽ സിംഗിൾ ബോണ്ട് വരുന്നതിനെയാണ് നമ്മൾ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഇനി ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വരുന്നതിനെയാണ് നമ്മൾ ആൽക്കീൻസ് എന്ന് പറയുന്നത്. രണ്ട് കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വരുന്നതിനെയാണ് നമ്മൾ ആൽക്കീൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നതിനെയാണ് ആൽക്കൈൻസ് എന്ന് പറയുന്നത്. 3 ബോണ്ട് വരുന്നതിനെയാണ് നമ്മൾ ആൽക്കൈൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബെൻസീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും ഇതിന്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഇത്ര ഇതിന്റെ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻസ്, ബെൻസീൻ, ഇത്രയും പ്രിപ്പറേഷനും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ആണ്. ഓക്കെ, ഇനി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസിനകത്ത് ഫസ്റ്റ് വൺ റിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ സാധാരണ റിഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു ആൽക്കീനാണ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് ആൽക്കീനുകൾ അല്ലെ. ആൽക്കീൻസ് എടുക്കുന്നു. റിഡക്ഷൻ മെത്തേഡിനകത്ത് നമ്മൾ പറഞ്ഞു അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് റിഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു. ആൽക്കീൻ, അതായത് ആൽക്കീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വരുന്നതിനാണ് നമ്മൾ ആൽക്കീൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, റിഡക്ഷൻ മെത്തേഡ് നടത്തുക എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെ ആഡ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് ഏതിൻ്റെ ഒക്കെ ആയിരിക്കാം, ഒന്നുകിൽ പ്ലാറ്റിനത്തിന്റെ പ്രസൻസ്, അല്ലെങ്കിൽ പലേഡിയത്തിന്റെ പ്രസൻസ്, അല്ലെങ്കിൽ നിക്കലിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹൈഡ്രോ കാർബണിനകത്ത് അൺസാച്ചുറേറ്റഡ് അതായത് ഡബിൾ ബോണ്ട് ആയുള്ള ആൽക്കീൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്തു, ആൽക്കീനകത്തോട്ട് നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ഡബിൾ ബോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറും, റിയാക്ഷൻ കഴിയുമ്പോൾ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അതായത് ഒരു ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളത്, 2 ഹൈഡ്രജനകത്ത് ഒരു ഹൈഡ്രജൻ ഈ CH2ന്റെ അങ്ങോട്ടും അടുത്ത ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഈ CH2ന്റെ അങ്ങോട്ടും പോകും. അങ്ങനെ അതെന്താകും, CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് വരുന്നതിനല്ലേ, അതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തു അല്ലെ. അപ്പൊ ഏതിൽ നിന്നാണ്, ഫ്രം ആൽക്കീൻസ്. ഏതാണ് റിഡക്ഷൻ മെത്തേഡ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് റിഡക്ഷൻ മെത്തേഡ്. ഏതിൻ്റെയൊക്കെ പ്രസൻസിൽ ഒന്നുകിൽ പ്ലാറ്റിനം ആകാം, അല്ലെങ്കിൽ പലേഡിയം ആകാം, അല്ലെങ്കിൽ നിക്കൽ ആകാം. ഇത് ഏതിൻ്റെയും ഒരെണ്ണത്തിന്റെ പ്രസൻസിൽ നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡബിൾ ബോണ്ട് എന്നുള്ളത് സിംഗിൾ ബോണ്ട് ആകും. ആൽക്കൈൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി ആൽക്കൈൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് മെത്തേഡ് അല്ലെങ്കിൽ വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നാണ്. ഫ്രം ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ R ഗ്രൂപ്പിന്, അതായത് മീഥേൻ, ഈഥേൻ, പ്രൊപ്പർ എല്ലാത്തിനും നമ്മൾ കോമൺ ആയിട്ട് R എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഹാലൈഡിനെ നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, ഹാലജനെ നമ്മൾ കോമൺ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് X അല്ലെ. അപ്പം RX ഹാലജനുകളെ നമ്മൾ, അതായത് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താ കോമൺ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് X എന്ന്. അപ്പം RX
പ്ലസ്, അതായത് വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക, അതിൻ്റെ കൂടെ ഒരു മെറ്റാലിക് സോഡിയം, ആൽക്കൈൽ ഹാലൈഡും മെറ്റാലിക് സോഡിയം കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ മെറ്റാലിക് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഏതിന്റെ പ്രസൻസിൽ? ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ നമ്മൾ ആൽക്കൈൽ ഹാലൈഡും മെറ്റാലിക് സോഡിയം കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ആൽക്കെയിനുകൾ കിട്ടും അല്ലെ. അപ്പൊ ഇതിനകത്ത് 2R, അതായത് ആൽക്കെയിൻ എന്ന് ആകാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി എഴുതിയാണ് 2RX പ്ലസ് മെറ്റാലിക് സോഡിയം 2Na ഇൻ ദ പ്രസൻസ് ഓഫ് ഏതിന്റെയാണ്? ഡ്രൈ ഈതർ. the presence of dry ether to form, അതായത് അതായത് നമുക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഇത് ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇതുമായിട്ട് സോഡിയം ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് 2NaX വരും അല്ലേ. NaX. ഇപ്പം ഇവിടെ Cl ആണെങ്കിൽ NaCl വരും അല്ലേ. ക്ലോറിൻ, ഫ്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആണ് ഹാലൈഡ് എന്ന് പറയുന്നത്. ബാക്കി മിച്ചം 6. 6നെ നമുക്ക് 2R അല്ലേ, 2R മിച്ചമുണ്ട്. അതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം 6. അപ്പൊ ഇതൊരു ആൽക്കെയിൻ അല്ലേ. ഓക്കെ, ഇനി അടുത്തത്, അതായത് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? 2CH3Cl, 2CH3Cl ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, അത് ക്ലോറോമീഥൈൻ അല്ലെ, പ്ലസ് 2Na ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഡ്രൈ ഈതർ ടു ഗീവ് എങ്ങനെയാണ്? CH3 പ്ലസ് Na 2NaCl. ഓക്കെ, അതായത് ഇവിടെ എത്ര ക്ലോറിനുണ്ട്? 2 ക്ലോറിനുണ്ട്. ആ 2 ക്ലോറിനും ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ 2 NA ഉണ്ട്. ആ 2 NA 2 ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് 2 NaCl അല്ലെ. ബാക്കി മിച്ചം വരുന്ന ഈ 2 CH3 എന്താണ്? ആൽക്കെയിൻ, ഈഥെയിനാ അല്ലെ. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ്റെ അകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റിഡക്ഷൻ മെത്തേഡ് ആണ്. റിഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ, അതായത് ആൽക്കീനെ എടുക്കുന്നു. ആൽക്കീൻ്റെ അകത്തോട്ട് നമ്മൾ എന്തിനെ ആഡ് ചെയ്യുന്നു? ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഓർ പലേഡിയം ഓർ നിക്കൽ. ഇതിന്റെ ഏതിന്റെയും പ്രസൻസിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽക്കെയിൻ കിട്ടും അല്ലെ, ആൽക്കെയിൻ. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വുഡ്സ് റിയാക്ഷൻ ആണ്. വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൽക്കൈൽ ഹാലൈഡും നമ്മുടെ മെറ്റാലിക് സോഡിയം കൂടെ ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽക്കെയിൻ കിട്ടും. അതായത് 2RX ആൽക്കൈൽ ഹാലൈഡ്, ഡ്രൈ 2Na മെറ്റാലിക് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം എന്താണ്? ആൽക്കെയിൻ. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കോൾബ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ് ആണ്. അടുത്തത് കോൾബ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ്. കോൾബ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ്. ഫസ്റ്റ് വൺ റിഡക്ഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ വുഡ്സ് റിയാക്ഷൻ, അതുപോലെ തന്നെ തേർഡ് വൺ കോൾബ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ്. കോൾബ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ്. ഈ കോൾബ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡിനകത്ത് നമ്മൾ അതായത് കാർബോക്സിലിക് ആസിഡ്, അതായത് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കുന്നു. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ CH3COON, സോഡിയം സോൾട്ട് അല്ലെ, സോഡിയത്തിന്റെ സോൾട്ട് കാർബോക്സിലിക് ആസിഡ്. അതായത് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കുന്നു. നമ്മൾ ഇതിനെ ഇലക്ട്രോളിസിസ് ചെയ്യുക അല്ലെ, ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. അതായത് സ്വയമായിട്ട് രാസപ്രവർത്തനം നടന്നില്ല എങ്കിൽ നമ്മൾ വൈദ്യുതിയുടെ സഹായത്താൽ എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തനം നടത്തുന്നതിനാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ ആരോ മാർക്കിന്റെ മുകളിലായിട്ട് എന്ത് കൊടുക്കുക? ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യും? ഇതിനകത്ത് CH3 അല്ലെ, അത് രണ്ടും വേർതിട്ട് വരുന്നു അല്ലെ. CH3 2 CH3 വന്നു, പ്ലസ് അടുത്തത് 2 കാർബൺ ഡൈ ഓക്സൈഡ് 2CO2 പ്ലസ് 2NaOH സോഡിയം ഹൈഡ്രോക്സൈഡ്, പിന്നെ നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഇത്ര ഇല്ലെങ്കിലും നമ്മൾ CH3 സിംഗിൾ ബോണ്ട് CH3 ആൽക്കെയിൻ അല്ലെ, ഈഥെയിൻ ഫോം ചെയ്യുന്നു. ഓക്കെ, അതായത് ആദ്യം കോൾബ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഡിയം സോൾട്ട് ഇവിടെ എഴുതിയേക്കാം. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ത് ചെയ്യുന്നു? നമ്മൾ അണ്ടർ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യും? ഈഥെയിൻ, ആൽക്കെയിൻ കിട്ടും. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് H2 അല്ലെ.
അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ റിഡക്ഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ വുഡ്സ് റിയാക്ഷൻ, തേർഡ് വൺ കോൾട്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ്. ഓക്കെ, ഈ 3 റിയാക്ഷൻ അല്ലെങ്കിൽ ഈ 3 പ്രിപ്പറേഷനും, അതായത് ഈ 3 പ്രിപ്പറേഷനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.